മെയിൻലി യൂട്രസ് ക്യാൻസേഴ്സ് വരുന്നത് പ്രായമായ മെൻസസ് നിന്ന് മെനോപോസ് ആയ ആൾക്കാരിലാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഈയിടെയായി മെൻസസ് നിൽക്കാതെ, അതായത് 40 വയസ്സ് 45 വയസ്സ് പ്രായം കുറവുള്ള ആൾക്കാരിലും നമ്മൾ കാണുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ സിംറ്റംസ് വരുന്നത് മെൻസസ് നിൽക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് കൂടുതലും നമ്മുടെ നോർമൽ ആയിട്ടുള്ള പീരിയഡ്സിൽ നിന്നും വ്യതിയാനം വരിക, അതായത് മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ ആവുന്ന പീരിയഡ്സ് തന്നെ ബ്ലീഡിങ് കൂടുതൽ, രക്തസ്രാവം കൂടുതൽ, അതേപോലെ കട്ടകട്ടയായി പോവുക, ക്ലോത്ത്സ് ആയിട്ട് പോവുക. അങ്ങനെ നമ്മൾ നോർമൽ പീരിയഡായി കൺസിഡർ ചെയ്യുന്നത് ഏകദേശം ഒരു 4 മുതൽ 7 ദിവസം വരെയുള്ള ഒരു ബ്ലീഡിങ്, ഒരു 2-3 പാഡ് ഡെയിലി മാറ്റുക, അങ്ങനത്തെ ഒരു നോർമലായിട്ട് നമ്മൾ ഇപ്പം ആദ്യം മുതൽ ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവരവരുടെ ശരീരത്തെക്കുറിച്ച് അവർക്കറിയാം. അപ്പം അതിൽ നിന്നും വ്യത്യാസം, അതായത് കൂടുതൽ ദിവസങ്ങൾ പീരിയഡ്സ് നീണ്ടുപോവുക, 10 ദിവസത്തിന് മുകളിൽ, 15 ദിവസത്തിന് മുകളിൽ, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ എമൗണ്ട് കൂടുക, അമിത രക്തസ്രാവം, അതായത് കട്ടകട്ടയായി പോവുക, നമുക്ക് എല്ലാ 2 മണിക്കൂറിലും എല്ലാ 3 മണിക്കൂറിലും പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. പിന്നെ മാസത്തിൽ തന്നെ നമുക്ക് ഡേറ്റ്സ് വളരെ നേരത്തെ, നോർമലി 28 to 30 ഡേയ്സ് ആണ് നമ്മളൊരു സൈക്കിൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൾക്കാരുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതല്ലാതെ ഒരു മെൻസസ് നിന്ന് 10 ദിവസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോഴേക്ക് ബ്ലീഡിങ് വരിക. അപ്പം ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതല്ലാതെ പിന്നെ മാസമുറ നിന്നവർക്കാണ് നമ്മൾ കൂടുതലും യൂട്രൈൻ ക്യാൻസേഴ്സ് കാണുന്നത്. അവർക്ക് മെയിനായിട്ട് അവരുടെ സിംറ്റം എന്ന് പറയുന്നത് മാസമുറ നിന്ന ആൾക്കാർക്ക് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കാണുക എന്നത് ആണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. നമ്മൾ പോയി സ്കാൻ ചെയ്യുക, യൂട്രസിൻ്റെ ഭിത്തിയുടെ തിക്നെസ് നോക്കി അത് കൂടുതലാണെങ്കിൽ ഒരു ബയോപ്സിയോ, അത് നമുക്ക് OP ആയിട്ട് തന്നെ വളരെ വേദനയൊന്നും ഇല്ലാതെ നമുക്ക് OP ആയി ചെയ്യാവുന്ന ബയോപ്സികളുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു DNC പോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടിഷ്യൂവിൽ നിന്ന് നമുക്ക് സാമ്പിൾ ചെയ്ത് നമുക്കതിൻ്റെ ഡയഗ്നോസിസ്, അതായത് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നതാണ്. അതേപോലെ യൂട്രൈൻ ക്യാൻസേഴ്സും യൂട്രസിൽ വരുന്ന ക്യാൻസറുകളും നമുക്ക് ഏർലി ആയി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒക്കെ ഒഴിവാക്കാനും ഒരു പരിധിവരെ പറ്റുന്നതാണ് നമുക്ക് ഏർലി ആയിട്ടുള്ള യൂട്രൈൻ ക്യാൻസേഴ്സ്. അതിൻ്റെ ക്യൂർ റേറ്റും ലൈഫ് എക്സ്പെക്റ്റൻസിയും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കാണിക്കുകയും അതിന് വേണ്ട തുടർ പരിശോധനകൾ ചെയ്ത് അസുഖം നിർണയിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം.